നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മിക്കയിടങ്ങളിലും വോട്ടിംഗ് സമാധാനപരം. ചിലയിടങ്ങളിൽ യന്ത്രം തകരാറിലായി. 8-9 മണിവരെ വോട്ടെടുപ്പ് നടന്നു. ഇനി ജൂൺ 4 വരെ കാത്തിരിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരം. 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പിന് പുലർച്ചെ 5 മണിക്ക് തന്നെ ആദ്യ വോട്ടിനായി പലരും എത്തിയിരുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ട് ചുരുക്കം ചില സ്ഥലങ്ങളിൽ രാത്രി 8-9 മണിവരെ നീണ്ടു. 6 മണിക്ക് എത്തിയവയ്ക്ക് ടോക്കൺ നൽകിയ ശേഷം പോലീസ് ഗേറ്റ് അടച്ചു. പേരാമ്പ്ര വാല്യക്കോട് UP സ്കൂളിൽ ബീപ്പ് ശബ്ദം ലഭിച്ചില്ല. 2.5 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. നൊച്ചാട് UP സ്കൂളിൽ ബീപ്പ് ശബ്ദം കേട്ടില്ല. തുടർന്നും വോട്ട് ചെയ്തു. 2 വോട്ട് അടയാളപ്പെടുത്തി വിവാദമായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി പ്രശ്നം പരിഹരിച്ചു. വോട്ടിംഗ് തുടർന്നു. പേരാമ്പ്ര GUP സ്കൂളിൽ വോട്ടർമാർക്ക് കുടിവെള്ളം കരുതിയിരുന്നില്ല. ഇത്രയും ആളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഇന്നത്തെ ചൂടിനൊരു കുടിവെള്ളം ഇവിടെ ലഭ്യമല്ല, അതുപോലെ ഒരു ഫാൻ ഇവിടെ ലഭ്യമല്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫാനെങ്കിലും ഇവിടെ കിട്ടിയേണ്ടതായിരുന്നു, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതുപോലെ ഇന്നത്തെ വെള്ളം, ക്യൂവിൽ നിന്ന് പോയിട്ട് വെള്ളം കുടിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. ഇനിയിപ്പോൾ ആരൊക്കെ തലയിട്ട് വീഴുന്നൊന്നും പറയാൻ പറ്റില്ല. പരാതിയെ തുടർന്ന് കുടിവെള്ളം വെച്ച് പരിഹരിച്ചു. പലരും ഈ ചൂടിലും കൊച്ചുകുഞ്ഞുങ്ങളെയും കയ്യിലേന്തിയാണ് മണിക്കൂറുകളോളം കാത്തുനിന്നത്. കൂത്താളി UP സ്കൂളിൽ 44-ാം ബൂത്തിൽ ഏറന്തോട്ടത്തിൽ ചന്ദ്രന് വോട്ട് ചെയ്യാനായില്ല. കാരണം കൂലിപ്പണിക്കാരനായ ചന്ദ്രന് പ്രിസൈഡിംഗ് ഓഫീസറുടെ കൈവശമുള്ള പട്ടികയിൽ പോസ്റ്റൽ വോട്ടാണ് രേഖപ്പെടുത്തിയത്. ചന്ദ്രൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് ജോലിക്ക് തെരഞ്ഞെടുത്തിട്ടുമില്ല. ഏതായാലും ഇത്തവണ ചന്ദ്രൻ വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടിയും വന്നു. അതെ, കൂത്താളി AUP 44-ാം ബൂത്തിൽ വോട്ടറായിരുന്നു. വോട്ട് ചെയ്യാൻ വന്നപ്പം പറഞ്ഞ് എന്തെന്നാ പറഞ്ഞാൽ പോസ്റ്റൽ വോട്ട്, താങ്കളുടെ വോട്ട് പോസ്റ്റലായി ചെയ്തു വയ്ക്കുന്നത് അതുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പരിഹാരവും കാണുന്നില്ല. പലർക്കും പരാതിയായി കൊടുക്കുകയും ചെയ്തു നോക്കി, അവിടെ പറയുകയും ചെയ്തു. എന്നിട്ടൊന്നും പരിഹാരമില്ല. അങ്ങനെയൊക്കെയാണുള്ള സ്ഥിതി. പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അർഹതയൊന്നുമില്ല. ഞാൻ സാധാ തൊഴിലാളിയാണ്. ഇതിന് പോസ്റ്റൽ വോട്ട് ചെയ്തിരിക്കും. നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല. അപ്പോൾ ഇവിടുന്ന് റിട്ടേണിംഗ് ഓഫീസർ എന്ത് പറയുന്നു? റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് സീൽ ചെയ്ത് വന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല എന്നാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.